രണ്ടാം പിണറായി സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഓരോ ജില്ലയിലും പ്രദർശന വിപണന മേളങ്ങൾ ഒരുക്കി. സർക്കാർ നടപ്പാക്കിയ വികസന പദ്ധതികളും ക്ഷേമ പ്രവർത്തനങ്ങളുമാണ് വിവിധ വകുപ്പുകളുടെ സ്റ്റാളുകളിൽ വിശദീകരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ 9 വർഷത്തെ വികസന ക്ഷേമ പ്രവർത്തനങ്ങളും നേട്ടങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് സ്റ്റാളുകളുടെ ലക്ഷ്യം. 14 ജില്ലകളിലും പ്രദർശന വിപണന മേളകളുണ്ടാകും. വിവിധ വകുപ്പുകൾ തയ്യാറാക്കിയ സ്റ്റാളുകളിലൂടെ മേളയിലെത്തുന്നവർക്ക് സർക്കാർ പദ്ധതികളും പ്രവർത്തനങ്ങളും വിശദീകരിക്കും. ഞാനിപ്പോൾ നിൽക്കുന്നത് പോലീസ് സ്റ്റാളിന് മുന്നിലാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനും അവരെ സഹായിക്കുന്നതിനുമായി പോലീസ് നടപ്പിലാക്കിയിട്ടുള്ള നടപടികൾ, പദ്ധതികൾ അത് വിശദീകരിക്കുന്നതാണ് ഈ സ്റ്റാളിലുള്ള കാഴ്ച. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഇവിടെ സ്റ്റാൾ കാണാനെത്തുന്നവരെ കൃത്യമായി ആ കാര്യങ്ങൾ ഇവിടെയുള്ള ഉദ്യോഗസ്ഥർ, വനിതാ ഉദ്യോഗസ്ഥർ പറഞ്ഞ് വിശദീകരിക്കുന്നത് നമുക്ക് കാണാം. ഏതെല്ലാം രീതിയിൽ പ്രതികരിക്കാം. നമ്മുടെ കയ്യിൽ ആയുധങ്ങളില്ലാന്ന് വിചാരിച്ച് പേടിച്ച് നിൽക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുന്നില്ല. ശരീരത്തിലെ കട്ടിയുള്ള ഭാഗങ്ങളെ ആയുധങ്ങളാക്കിക്കൊണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അത് ഏത് പ്രായക്കാർക്കും ഏത് സമയത്തും ഏത് സാഹചര്യത്തിലും രക്ഷപ്പെട്ടു പോകുന്ന രീതിയിലാണ് ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്. പ്രായഭേദം തന്നെയാണ്. കിഫ്ബിയുടെ സ്റ്റാൾ ധനമന്ത്രി KN ബാലഗോപാൽ ഉദ്ഘാടനം ചെയ്തു. അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ ഭാഗമായി കിഫ്ബി ഫണ്ടിലൂടെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികൾ വിശദീകരിക്കുന്നതാണ് കിഫ്ബിയുടെ ഈ സ്റ്റാള്. ഓരോ ജില്ലയിലെയും മേളകളിൽ അതത് ജില്ലകളിൽ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികൾ കൃത്യമായി ഈ സ്റ്റാളിൽ പ്രദർശിപ്പിക്കും. ആ കിഫ്ബി പദ്ധതികളെക്കുറിച്ച് ജനങ്ങൾക്ക് കൃത്യമായ അവബോധം നൽകുകയാണ് ലക്ഷ്യം. 4 വർഷം കൊണ്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രൊജക്റ്റിനെ പറ്റിയുള്ള ഡീറ്റെയിലാണ് നമ്മളിപ്പോൾ ഈ വാളിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ആര് വന്നു കഴിഞ്ഞാലും അവർക്ക് ഈ വാൾ കണ്ടാൽ തന്നെ മനസ്സിലാവും എന്തൊക്കെ അവരുടെ ഏരിയ തന്നെ നടന്നിട്ടുള്ള വികസനം എന്തൊക്കെയാണെന്നുള്ളത്. അവർക്ക് ഈ വാൾ കണ്ട് കിഫ്ബിയിലൂടെ നടന്നിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് അവർക്ക് മനസ്സിലാവും. അതിൽ റോഡ്സ് ഉണ്ട്, സ്കൂൾസ് ഉണ്ട്. അവരുടെ ഏരിയ തന്നെ ഇപ്പോൾ ഒരു 10-15 സ്കൂള് ചെറിയൊരു ഏരിയ തന്നെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതും എല്ലാ സജ്ജീകരണം കൂടിയാണ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഹോസ്പിറ്റൽസ് വരുന്നുണ്ട്, ടൂറിസം പ്രൊജക്റ്റ് വരുന്നുണ്ട്. ഇതൊക്കെയാണ് മെയിനായിട്ട് ഇപ്പോൾ കിഫ്ബി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ സ്റ്റാളിൽ ഒരു ശ്രദ്ധേയമായ കാഴ്ചയാണ്. അതായത് ഈ പഠനത്തോടൊപ്പം തന്നെ ഈ കുട്ടികളുടെ ഈ സ്വയം തൊഴിൽ പരിശീലിപ്പിക്കുന്ന പദ്ധതി വിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കിയിരുന്നു. അത് കുട്ടികൾ തന്നെ ഈ സ്റ്റാളിൽ ഈ വരുന്നവർക്ക് അവർക്ക് കൃത്യമായി വിശദീകരിച്ച് നൽകുന്നതാണ്, അല്ലെങ്കിൽ അത് പ്രദർശിപ്പിക്കുന്ന കാഴ്ചയാണ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ സ്റ്റാളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത് നേരത്തെ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് സ്കൂളുകളിൽ നടപ്പിലാക്കിയതാണ്. അതാണ് ഈ സ്റ്റാളിൽ പ്രദർശിപ്പിക്കുന്നത്. നമ്മളെ 5ാം ക്ലാസ്സിൻ്റെ പാഠഭാഗം വസ്ത്രകല നിത്യം എന്ന് പറഞ്ഞിട്ടുള്ള പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് സാരി, വെജിറ്റബിൾ പ്രിൻറ്റിങ്, ഫാബ്രിക് പെയിൻറ് അങ്ങനെയൊക്കെ പഠിക്കുന്നുണ്ട്. അന്നേരം അത് ചെയ്ത് പഠിക്കുന്ന നമുക്ക് ഇങ്ങനെ ചെയ്തിട്ട് പിന്നെ സാരിയിൽ ചെയ്തിട്ട് നാട്ടുകാർക്ക് കൊടുക്കുമ്പോൾ അവർ ക്യാഷൊക്കെ തരും. ഇതൊരു ബിസിനസ്സായിട്ടും ചെയ്യാം. ആദ്യ ദിനം പ്രദർശനം കാണാൻ 100 കണക്കിന് പേർ കാലിക്കടവിലേക്കെത്തി. കേരളം ചെയ്ത എല്ലാ വികസന നേട്ടങ്ങളിലൂടെ കാണാൻ വേണ്ടി പറ്റും. വളരെ നല്ല രീതിയിൽ ഓരോ വകുപ്പിൻ്റെ സേവനങ്ങളെക്കുറിച്ചും ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളെക്കുറിച്ചും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. വരുന്ന ഒരാൾക്കും കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലേക്ക് തന്നെ വളരെ നന്നായിട്ട് സ്റ്റാളുകളെല്ലാം പ്രദർശനത്തിന് വേണ്ടി ഒരുങ്ങിയിട്ടുണ്ടെന്നാണ് പറയും. ഗവൺമെൻറ് നല്ല കാര്യങ്ങൾ ജനങ്ങളിലെത്തണമല്ലോ. മറ്റു ഉള്ളോട്ട് ടൗണിൽ മാത്രമല്ല, മറ്റെല്ലാ കളിലും എത്തണമെങ്കിൽ ഇതുപോലെ പരിപാടികൾ സംഘടിപ്പിക്കണം. ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ വേണ്ടി കഴിഞ്ഞു, ഒരുപാട് കാര്യങ്ങൾ അറിയാൻ വേണ്ടി സാധിച്ചു. ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയും അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ജനക്ഷേമ വികസനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഒരു സർക്കാരാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ. സർവ്വമേഖലകളിലും ഏറ്റവും നല്ല നിലയിലുള്ള പ്രവർത്തനങ്ങൾ സർക്കാർ ജനങ്ങൾക്ക് ഈ സ്റ്റാളുകളിലെല്ലാം സന്ദർശിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ അറിയാത്തയും കൂടെയായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ജനങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പ്രദർശന മേളയാണിത്. അതോടൊപ്പം തന്നെ ഈ സർക്കാർ ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു സർക്കാരാണ് എന്ന് സാധാരണക്കാരന് കൃത്യമായിട്ട് ബോധ്യപ്പെടുന്ന വിവിധ വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതിലൂടെ കഴിയുന്നുണ്ട്. വിവിധ വകുപ്പുകളുടെ സ്റ്റാളുകൾക്ക് പുറമെ
വിപണനമേളയും ഒരുക്കിയിട്ടുണ്ട്. കുടുംബശ്രീ പ്രവർത്തകരുടെ മെഗാ ഫുഡ് കോർട്ടും പുസ്തകമേളയും ഇതിൽ ഉൾപ്പെടും. കണ്ണൂർ.